ഈ കളിയിലെ യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത് ബി.ജെ.പി ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ രാഷ്ട്രീയം വലിയ രീതിയിൽ മാറാൻ പോകുന്നു. അതിന്റെ സൂചനകളാണ് ഈ NSSന്റെ നിലപാട് മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ കളിയിൽ ബി.ജെ.പി വില്ലനാകുന്നത്? നോക്കൂ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിൽ വരട്ടെ എന്ന നിലപാടിലാണ് ബി.ജെ.പി ഉള്ളത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുക എന്ന് ചോദിച്ചാൽ അതൊരു വലിയ പദ്ധതിയാണ്, ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണ്. അടുത്ത 10 വർഷത്തേക്ക് ബി.ജെ.പിക്ക് ഒരു രാഷ്ട്രീയ പദ്ധതിയുണ്ട്. നോക്കൂ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിൽ വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? LDF അധികാരത്തിൽ വന്നാൽ നിശ്ചയമായും കോൺഗ്രസ് ഇല്ലാതെയാകും, UDF ഇല്ലാതെയാകും. കാരണം UDF ൽ അടുത്ത നിമിഷം മുസ്ലിം ലീഗ് LDF-ലേക്ക് മാറും, LDF-ലേക്ക് ചുവട് മാറും. കാരണം കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലില്ലാത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അധികാരത്തിലില്ലാതെ അവർക്ക് അധികം നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവരുടെ MLA-മാരൊക്കെ ജനപ്രിയരല്ലാതായി തീർന്നിരിക്കുകയാണ്. ജനങ്ങൾ ഓരോ ആവശ്യങ്ങൾ പറയുമ്പോൾ അധികാരമില്ലാത്തതുകൊണ്ട് തന്നെ ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് LDF-നെ സംബന്ധിച്ചിടത്തോളം, ലീഗിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ആ തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചില്ലെങ്കിൽ UDF-ൽ ഒരു കമ്മിറ്റ്മെന്റോടുകൂടി നിൽക്കാനൊന്നും ലീഗ് തയ്യാറാകില്ല. അടുത്ത നിമിഷം തന്നെ അവർ LDF-ലേക്ക് ചുവട് മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കോൺഗ്രസിന്റെ സ്ഥിതി എന്താകുമെന്ന് നമുക്ക് പറയാനും കഴിയില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ചില പ്രതീക്ഷകളുണ്ട്. നോക്കൂ, 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്താണ് ബി.ജെ.പി. അതുപോലെ തന്നെ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്താണ് ബി.ജെ.പി. അതുകൊണ്ട് 20 മണ്ഡലങ്ങളിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന പാർട്ടിയാണ് ബി.ജെ.പി. ഒരു 10 സീറ്റ് ബി.ജെ.പിക്ക് 2026 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ലഭിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടമാണ്. അതായത് കോൺഗ്രസ് ഇല്ലാതാകുന്നു, UDF ഇല്ലാതാകുന്നു. 2026 തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് ബി.ജെ.പിക്ക് ലഭിക്കുകയും ചെയ്താൽ 2031 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലുണ്ടല്ലോ ബി.ജെ.പി ആയിരിക്കും കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്നത്. കാരണം കോൺഗ്രസിന്റെ പൊടി പോലും ഉണ്ടാകില്ല, UDF ഉണ്ടാകില്ല. പിന്നെ കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ട് വളർന്നു വരാൻ കഴിയുന്നത് ബി.ജെ.പിക്കാണ്. 2031 കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ട് ബി.ജെ.പി വന്നാൽ 2036 കേരളം പിടിക്കാൻ ബി.ജെ.പിക്ക് നിസ്സാരമായി കഴിയും എന്നാണ് അവരുടെ കണക്കൂട്ടൽ. കാരണം 4 തുടർ ഭരണങ്ങളിലൂടെ CPM കേരളത്തെ ബംഗാളാക്കും. ബംഗാളായി CPM കേരളത്തെ മാറ്റി തീർത്താൽ പിന്നെ ബി.ജെ.പിക്ക് അനായാസമായി കേരളത്തിന്റെ ഭരണം പിടിച്ചെടുക്കാം. ഇതാണ് അടുത്ത 10 വർഷത്തെ പദ്ധതി എന്ന് പറയുന്നത്. ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ NSSന്റെ നിലപാട് മാറ്റമൊന്നും ബി.ജെ.പിക്ക് ഒരു ആശങ്കയും ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, ബി.ജെ.പിക്ക് സന്തോഷമാണ് ഉണ്ടാക്കുന്നത്. NSSന്റെ വോട്ട് LDF-ന് കിട്ടുന്നെങ്കിൽ നല്ലതല്ലേ, അവരവിടെ വിജയിച്ചു വരട്ടെ. അത് ബി.ജെ.പിയുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റിന് അനുകൂലമായ ഒരു നിലപാടാണ്. ഇനിയിപ്പോൾ SNDP-യുടെ പിന്തുണയോ, നമ്മളൊക്കെ വിചാരിക്കും വെള്ളാപ്പള്ളി നടേശൻ എടുത്തിരിക്കുന്ന നിലപാട് ബി.ജെ.പി വിരുദ്ധ നിലപാടാണ്, NDA വിരുദ്ധ നിലപാടാണ് എന്നൊക്കെ നമ്മൾ കരുതും. അക്കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട. ബി.ജെ.പിയുടെ ഇൻസ്ട്രക്ഷന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പി വെള്ളാപ്പള്ളി നടേശനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് LDF-നെ പിന്തുണയ്ക്കണം എന്നാണ്. അങ്ങനെ ഈഴവ വോട്ട് കൃത്യമായി LDF-ന് കിട്ടണം എന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർഭരണം വരണമെന്നാണ്. അതുകൊണ്ടാണ് ഒരു ആശങ്കയും ഇല്ലാതെ, ഒരു വൈമനസ്യവും ഇല്ലാതെ വെള്ളാപ്പള്ളി നടേശൻ NDA-യുടെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ പിണറായി വിജയന്റെ കൈയും പിടിച്ച് നടക്കുന്നത്, പിണറായി വിജയന്റെ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ വി മുരളീധരൻ പോയിട്ട് വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന് വെണ്ടക്കാശ്രത്തിലെ ആ ചാനലുകളും എഴുതി കാണിക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാവോ, വെള്ളാപ്പള്ളി നടേശനെ അനുനയിപ്പിച്ച് NDA-യോടൊപ്പം നിർത്താനാണ് വി മുരളീധരൻ ഈ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഒരു തെറ്റിദ്ധാരണ നമുക്ക് ആർക്കും വേണ്ട. കൂടുതൽ നിലപാട് കടുപ്പിച്ചോളൂ എന്നൊരു നിർദ്ദേശമായിരിക്കാം ഒരുപക്ഷേ വി മുരളീധരൻ വെള്ളാപ്പള്ളി നടേശനെ കൈമാറിയിരിക്കുന്നത്. ഈ രീതിയിൽ കേരളത്തിൽ ബി.ജെ.പിക്ക് ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റ് എന്ന് പറയുന്നത് 10 വർഷത്തെ ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ 2036 കേരളം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. അതിന് 2026 നിശ്ചയമായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോൽക്കേണ്ടതുണ്ട്, UDF തോൽക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ UDF-നെയും കോൺഗ്രസിനെയും ഇല്ലാതാക്കിക്കൊണ്ട് ബി.ജെ.പിക്ക് കേരളത്തിൽ വളരാൻ കഴിയൂ.